ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ്, മുട്ട, തക്കാളി, സവാള എല്ലാം വെച്ച് നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം, നമുക്ക് ഈവനിങ്ങിനും കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു വെറൈറ്റി വിഭവമാണ് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വ്യത്യസ്തമായ ഒരു വിഭവമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെല്ലാം ഒന്ന് നമുക്ക് ബ്രെഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. സവാള ഒന്ന് അരിഞ്ഞ്, തക്കാളി അരിഞ്ഞ്, മുട്ടയെല്ലാം ഒന്ന് പൊട്ടിച്ച് റെഡിയാക്കാം. ബ്രെഡെല്ലാം നമ്മൾ പീസ് പീസാക്കി വെച്ചു. സവാള, തക്കാളി അരിഞ്ഞു വെച്ചു. മുട്ട റെഡിയാക്കി വെച്ചു. ഇതെല്ലാം നമുക്കൊരു പാനെടുപ്പത്ത് വെച്ച് വഴറ്റിയെടുക്കാം. ഒരു പാനെടുപ്പത്ത് വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. ചെറിയ തീ വെച്ച് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ചെറുതായിട്ടൊന്ന് ഇട്ട് വരുമ്പോഴത്തേക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതെല്ലാം മാറ്റി വെച്ചു. ബ്രെഡെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ഇനി എണ്ണ ഒഴിച്ചു. അതിനകത്ത് സവാള ഇട്ട് കൊടുക്കുക. തക്കാളി, സവാള എല്ലാം ഇട്ട് കൊടുക്കുക. കറിവേപ്പില കുറച്ചിട്ടിട്ടുണ്ട്, ഓപ്ഷനില്ല. ഇളക്കി കൊടുക്കുക. സമയമില്ലാത്തവർക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഈവനിങ്ങിനും കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പെട്ടെന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്കതിനകത്ത് ലേശം മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇട്ടിളക്കാം. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. വെച്ചിട്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് കുരുമുളക് പൊടി ഇടാം. ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് മസാല ഇതിനകത്തോട്ട് ചേർക്കാം. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മളെ ബ്രെഡ് ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക.
ലാസ്റ്റ് നമുക്ക് ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഒരു ഓപ്ഷനില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ മുളകിട്ടില്ലല്ലോ, അതിന് പകരം ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ടത്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. ഇങ്ങനത്തെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അടിപൊളിയാണ് കഴിക്കാനൊക്കെ. നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം. നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പെട്ടെന്ന് പാത്രം കാലിയാക്കും. എന്നുവെച്ചാൽ അടിപൊളി നല്ല ടേസ്റ്റാണ്. മുട്ടയും ബ്രെഡും പിന്നെ അതിനകത്ത് കുറച്ച് ചേരുവകളും കൂടെയൊക്കെ ചേർത്തപ്പോൾ അടിപൊളിയാണ്. നമ്മൾ സാധാരണ ബ്രെഡ് ജാമൊക്കെ പട്ടിയിൽ കഴിക്കാറ്, അതിനൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിട്ട് കുട്ടികൾ ഭയങ്കര ഇഷ്ടപ്പെടും. ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം, നമുക്ക് ഈവനിങ് ആയിട്ടും കഴിക്കാം. സ്കൂൾ വിട്ട് വരുമ്പം കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതായിരുന്നു, അവരത് കഴിച്ചോളും. അല്ല, മുതിർന്നവർക്കും കഴിക്കാം, എല്ലാവർക്കും കഴിക്കാം. നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് കഴിച്ചാൽ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അധികം ചേരുവകളൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി കൊടുക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീടുകളിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി, ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല രുചിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ നാളെ വരാം. പുതിയ പുതിയ റെസിപ്പീസായിട്ട് നാളെ വരാം. എല്ലാവരും തയ്യാറാക്കിയൊക്കെ നോക്കുക. ഓക്കെ, ബൈ.